ഹായ് ഫ്രണ്ട്സ്, നമുക്ക് 4 മണി പലഹാരം ഉണ്ടാക്കാം. അതിനാവശ്യമായ ഒരു ഉരുളക്കിഴങ്ങ്, 1 കപ്പ് തോരൻ പരിപ്പ്, ഒരു സവാള, 4 കഷ്ണം വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് കരിയേപ്പിലയും മല്ലിയിലയും, 2 പച്ചമുളക്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. കുറച്ച് വെള്ളത്തിൽ 1 കപ്പ് തോരൻ പരിപ്പിട്ട് നല്ലതുപോലെ കഴുകിയെടുക്കുക. ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഒന്ന് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് കഴുകി എടുക്കുക. ഇതെല്ലാം കൂടി നമുക്ക് ഈ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. ഇതിനാവശ്യമായ ഉപ്പും കൂടെ ഇടാം. വെള്ളം ഇത്ര ഇത് മതിയാകും. ഇത് വെന്ത് കിട്ടത്തക്ക വെള്ളം വെച്ചാൽ മതി. ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. ഇത് വെന്ത് വന്നതാണ്, നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചതാണ്, നേരത്തെ കാണിച്ചതാണ്, അരിഞ്ഞ് വെച്ചതാണ്. ഒരു സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കരിവേപ്പില, പച്ചമുളക്, മല്ലിയില, ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് വെച്ചതാണ്. ഇതും കൂടെ നമുക്ക് കിഴങ്ങിൻ്റെ പരിപ്പിൻ്റെയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി എല്ലാം കുഴച്ചെടുക്കുക നല്ലതുപോലെ. നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് ഇതെല്ലാം കൂടെ ഇട്ട് നല്ലതുപോലെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന കണക്ക് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ഇടാം. ഗരം മസാലപ്പൊടിയേക്കാളും നല്ല ടേസ്റ്റാണ്. ഒരു ലേശം മുളക് പൊടിയും കൂടി ഇടാം. ഇതിലേക്ക് ആവശ്യമായ ഒരു 2 സ്പൂൺ അരിപ്പൊടിയും ലേശം കോൺഫ്ലവറും കൂടെ ഇട്ട് കുഴച്ച് നമുക്ക് ചപ്പാത്തി കുഴയ്ക്കുന്നതിന് കുഴച്ചെടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് ലേശം മൈദാമാവ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു മുട്ടയും കൂടെ പൊട്ടിച്ച് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ പരുവമായി വരണം. നമുക്കിനി അത് ഒരേ ബോളുകളായി ഉരുട്ടി ഈ പരിപ്പോടെ ഒരു കറി ചെറുതായിട്ട് ഇപ്പം ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ മുട്ടയിലും ഒന്ന് മുക്കി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഒരു വശം നല്ലതുപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. അത് റെഡി ആയിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് പരിപ്പ് വടയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക.